നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കോടതിയിൽ ശരണം. ഒടുവിൽ ജയരാജൻ കീഴടങ്ങി. തലശ്ശേരി സെഷൻസ് കോടതിയിൽ P. ജയരാജന്റെ കീഴടങ്ങൽ കതിരൂർ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സയിലായിരുന്ന ജയരാജൻ ആശുപത്രി വിട്ടത് രാവിലെ. കേസിൽ തന്നെ പ്രതി ചേർത്തതിനു പിന്നിൽ RSS ഗൂഢാലോചനയെന്ന ആരോപണം ആവർത്തിച്ച് ജയരാജൻ. BJP അധ്യക്ഷന് RSS അയച്ച കത്ത് ഗൂഢാലോചനയ്ക്ക് തെളിവ്. സംഘപരിവാർ ഗൂഢാലോചനയ്ക്ക് മുഖ്യമന്ത്രി കൂട്ടുനിന്നെന്നും ജയരാജന്റെ ആരോപണം. അറസ്റ്റ് വേണ്ടെന്ന് വെച്ച് പ്രകോപനം ഒഴിവാക്കിയ CBI ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ ആവശ്യപ്പെടും. കേസിൽ മുഖ്യ സൂത്രധാരൻ ജയരാജനെന്നും ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമെന്നും CBI. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ CPM. നട്ടുനനയ്ക്കുന്ന ബഡ്ജറ്റ്. കർഷകർക്ക് രക്ഷാകരങ്ങളുമായി UDF സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ്. കാർഷിക വികസനത്തിന് 764 കോടി രൂപ നീക്കിവെച്ച ബഡ്ജറ്റിൽ നെൽകൃഷിക്ക് മാത്രം 35 കോടി. നാളികേര വികസന പദ്ധതിക്ക് 45 കോടിയും മത്സ്യമേഖലയ്ക്ക് 169 കോടിയും വകയിരുത്തി ഉമ്മൻചാണ്ടിയുടെ ഹരിത ബഡ്ജറ്റ്. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിലേക്ക് മുൻ വർഷത്തെ 300 കോടിക്ക് പുറമെ 200 കോടിയുടെ ബഡ്ജറ്റ് വിഹിതം. കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 180 രൂപ നിരക്കിൽ റബ്ബർ സംഭരിക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ 74.3 കോടി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന് 100 കോടി നീക്കിവെക്കുന്ന ബഡ്ജറ്റിൽ ശബരിമല മാസ്റ്റർ പ്ലാനിന് 40 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 50 ലക്ഷം. 24,000 കോടിയുടെ വാർഷിക പദ്ധതിയിൽ കേന്ദ്ര സഹായ പ്രതീക്ഷ 6,534 കോടി. വൈദ്യുതി മേഖലയ്ക്ക് 1,622.7 കോടിയും ജലസേചന പദ്ധതികൾക്കായി 491.47 കോടിയും വകയിരുത്തുന്ന ബഡ്ജറ്റിൽ കുടുംബശ്രീക്ക് 130 കോടിയും സംസ്ഥാന ശുചിത്വ മിഷന് 26 കോടിയും. സഹകരണ മേഖലയ്ക്ക് 95 കോടി രൂപ. സഭയിൽ മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണം തുടരുന്നു. പ്രതിഷേധത്തിന്റെ സമാന്തരം. മുഖ്യമന്ത്രിയുടെ ബഡ്ജറ്റ് അവതരണത്തിനിടെ സഭയിൽ സമാന്തര ബഡ്ജറ്റ് വിതരണം ചെയ്ത് പ്രതിപക്ഷ പ്രതിഷേധം. ബഡ്ജറ്റ് ചോർന്നെന്ന ആരോപണവുമായി സഭയിൽ ഉള്ളടക്കം പരസ്യപ്പെടുത്തിയ പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങിപ്പോയി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും അഴിമതിക്കാരെന്നും അഴിമതി ബഡ്ജറ്റ് തങ്ങൾക്ക് കേൾക്കേണ്ടെന്നും ബഡ്ജറ്റ് ബഹിഷ്കരണത്തിനു ശേഷം നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് പ്രതിപക്ഷ നേതാവ് VS. അവതരണത്തിന് മുമ്പേ ബഡ്ജറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടത് വ്യാപാരികളോടും വ്യവസായികളോടും വിലപേശാനെന്ന് VS. പ്രതിപക്ഷത്തിന് കേൾക്കേണ്ടാത്ത ബഡ്ജറ്റ് മുഖ്യമന്ത്രി സ്പീക്കറുടെ മുഖത്ത് നോക്കി വായിക്കട്ടെ എന്നും ആക്ഷേപം. സ്മരണയിലെ ധീരശൈലം. ആത്മധൈര്യത്തിന്റെയും അതിജീവനത്തിന്റെയും സ്മൃതിശൈലമായി വിടവാങ്ങിയ ധീരജവാന് രാഷ്ട്രത്തിന്റെ അഞ്ജലി. ഇന്നലെ ഡൽഹിയിൽ അന്തരിച്ച ലാൻസ് നായിക് ഹനുമന്തപ്പയുടെ ഭൗതികദേഹം ഇന്ന് കർണാടകത്തിൽ ജന്മഗ്രാമമായ ബേതദൂരിൽ സംസ്കരിക്കും. സിയാച്ചിൻ ഹിമദുരന്തത്തിൽ 6 ദിവസത്തെ തിരച്ചിലിനു ശേഷം ജീവനോടെ കണ്ടെത്തി ഡൽഹിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഹനുമന്തപ്പ മരണത്തിലേക്ക് മടങ്ങിയത് ഇന്നലെ രാവിലെ. മരവിച്ചു പോയ ആന്തരാവയവങ്ങൾ പ്രവർത്തനക്ഷമമാക്കാൻ 2 ദിവസം വൈദ്യശാസ്ത്രം നടത്തിയ തീവ്ര ശ്രമങ്ങൾ വിഫലം. ഇന്നലെ ഡൽഹിയിലെ ബ്രാർ സ്ക്വയറിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറും ഉൾപ്പെടെ പ്രമുഖരുടെ ആദരം. അഞ്ജലിയുമായി കര, നാവിക, വ്യോമസേനാധിപന്മാർ. പ്രതിസന്ധികളിൽ അസാധാരണമായ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച ധീരപുത്രൻ എന്ന് അനുശോചന സന്ദേശത്തിൽ രാഷ്ട്രപതി. ധീരസൈനികന്റെ മരണം രാഷ്ട്രത്തെ സങ്കടത്തിലേക്കും ശൂന്യതയിലേക്കും തള്ളിവിട്ടെന്ന് പ്രധാനമന്ത്രി. മരണമില്ലാത്ത ധീരസ്മരണയായി ഹനുമന്തപ്പ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.